CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. കേരളത്തിൽ ഏത് ഗവർണർ വന്നാലും CPM-ന്റെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ സാധിക്കില്ലെന്നാണ് കെ സുരേന്ദ്രൻ വിമർശിച്ചത്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്തതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വിരോധത്തിനുള്ള കാരണമെന്നും അദ്ദേഹം പറയുന്നു. പുതിയ ഗവർണർ വരുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നായിരിക്കും അവർ കരുതുന്നത്. ഏത് ഗവർണർ വന്നാലും MV ഗോവിന്ദന്റെ പാർട്ടിയുടെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനാവില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഭരണഘടനയെ അട്ടിമറിച്ച് ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇടത് സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് CPM കൈപ്പിടിയിൽ ഒതുക്കിയപ്പോഴാണ് ഗവർണർ ഇടപെട്ടതെന്നും പിണറായി വിജയന്റെ ജനാധിപത്യ വിരുദ്ധമായ ബില്ലുകൾ തടഞ്ഞുവെച്ചതാണ് ഗവർണർക്കെതിരായ CPM-ന്റെ അസഹിഷ്ണുതയ്ക്ക് മറ്റൊരു കാരണമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. ഗവർണർക്കെതിരായ MV ഗോവിന്ദന്റെ പ്രസ്താവനയോട് തൃശൂരിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗോവിന്ദന്റെ പാർട്ടിയാണ് എല്ലാ കാലത്തും ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് ഗോവിന്ദൻ ഇപ്പോൾ നടത്തുന്നത്. ഗവർണർ മാറിയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് CPM കരുതരുത്. ഏതു ഗവർണർ വന്നാലും CPM സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താനാകില്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. സർവകലാശാലകളെ മുഴുവൻ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോഴാണ് ഗവർണർ ഭരണഘടനാദത്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ പ്രയോഗിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർവകലാശാലകളുടെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണാധികാരം ചാൻസലർക്കാണ് എന്ന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവിലൂടെ പറഞ്ഞതാണ്. പക്ഷേ സർവകലാശാലകളിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ CPM ശ്രമിച്ചു. അദ്ദേഹം അതിനെതിരെ നിലപാടെടുത്തു. മറ്റൊന്ന്, ചില ജനാധിപത്യ വിരുദ്ധമായ ബില്ലുകൾ ഇവിടെ എല്ലാ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചതല്ലേ. ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ബില്ല് കൊണ്ടുവരുന്നു. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പിടിച്ചു വെച്ചു. ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. അതാണ് കേരളം കണ്ടത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട്, ആദരണീയനായ ഗവർണറോട് CPM-നുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും CPM-നും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. ഏത് ഗവർണർ വന്നാലും ഗോവിന്ദൻ്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത്. പുതിയ ഗവർണർക്ക് സർക്കാരിനൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തുകൊടുത്ത് മുന്നോട്ടു പോകുന്ന ഗവർണർമാരെയാണ് സംസ്ഥാനം ഇതുവരെ കണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നിലവിലുള്ള ഗവർണറെന്നും MV ഗോവിന്ദൻ വിമർശിച്ചിരുന്നു.